പ്രിയപ്പെട്ട പോളിടെക്നിക് വിദ്യാർത്ഥികളെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ 2ാം സെമസ്റ്ററിലെ മാനുഫാക്ചറിംഗ് ടെക്നോളജിയുടെ അവസാന മൊഡ്യൂൾ 4ാമത്തെ മൊഡ്യൂളിലെ ഒരു ക്വിക്ക് റിവിഷനിൽ ആണ് നമ്മളുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ഇതിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നത് നോക്കിയതിനു ശേഷം സ്ലൈഡിലോട്ട് കടക്കാം. ഫോർജിങ് ഓപ്പറേഷൻസിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഫോർജിങ് അതുപോലെ തന്നെ പ്രസ് വർക്കിംഗ് എന്നിങ്ങനെ 2 രീതിയിലുള്ള മാനുഫാക്ചറിംഗ് പ്രോസസ്സുകളാണ്. അപ്പൊ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മൊഡ്യൂള് നിലനിൽക്കുന്നത്. ഫോർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകൾ, അതുപോലെ തന്നെ പഞ്ചിങ്, ബ്ലാങ്കിങ് ഓപ്പറേഷൻസ് തമ്മിലുള്ള കമ്പാരിസൺ എന്നിങ്ങനെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ 4ാമത്തെ മൊഡ്യൂള്. ഫോർജിങ് എന്ന് പറയുമ്പോൾ ഫോമിംഗ് പ്രോസസ് ബൈ വിച്ച് മെറ്റൽസ് ആർ പ്ലാസ്റ്റിക്കലി ഡിഫോംഡ് ടു ദി ഡിസൈർഡ് ഷേപ്പ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് കംപ്രസീവ് ഫോഴ്സ്. അതായത് നല്ല കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സ് കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്യുക, പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡിഫോം ചെയ്യാന്നുണ്ടെങ്കിൽ ഷേപ്പിൽ വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഷേപ്പിലോട്ട് മാറ്റിയെടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫോർജിങ് എന്ന് പറയാം. അപ്പൊ അത് ഹോട്ട് ആവാം, കോൾഡ് ആവാം. ഓക്കെ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫോർജ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മളൊരു ഫോർജിങ്ങിന് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് കമ്പോണന്റുകൾ നമുക്ക് ഫോർജ് ചെയ്തിട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഫോർജിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസും ഉണ്ട്. നമുക്ക് ഒരുപാട് കാലം നിലനിൽക്കുന്ന ഭയങ്കര സ്ട്രെങ്ത് ഒക്കെ ഉള്ള വളരെ പെട്ടെന്നായിട്ടുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ, വളരെ പെട്ടെന്ന് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാം, മാനുഫാക്ചർ ചെയ്തെടുക്കാം. അതൊരു ഫോർജിങ്ങിന്റെ വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. വളരെ ക്ലോസ് ആയിട്ടുള്ള ടോളറൻസ്, വളരെ ഷാർപ്പ് എഡ്ജുകൾ, അതുപോലെ തന്നെ ഡയമെൻഷണൽ ആക്യുറസി ഒക്കെ കീപ്പ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്മിത്ത് ഫോർജിങ്, ഹാൻഡ് ഫോർജിങ് രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫോർജിങ്ങിനെ നമുക്ക് പ്രധാനമായിട്ടും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓപ്പൺ ഡൈ ഫോർജിങ്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്നിങ്ങനെ 2 തിരിക്കാം. ഓപ്പൺ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലാവുന്നതിന് വേണ്ടി ഒരു ഇമേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതില് സൂക്ഷിക്കേണ്ടത് കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. അത് ഓപ്പൺ ആയി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞത്. അതേപോലെ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ദാറ്റ് എൻക്ലോസ് ദി മെറ്റൽ കംപ്ലീറ്റ്ലി. അതായത് കംപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലോഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ എൻക്ലോസ് ചെയ്തിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ, ഇതിങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു എൻക്ലോസ്ഡ് നേച്ചർ ഇതിനുണ്ട്, ക്ലോസ് ചെയ്യുന്ന നേച്ചർ. അപ്പൊ അതിനകത്തായിരിക്കും അവിടെ ആ ഒരു ഫോർജിങ് ഓപ്പറേഷൻ നടക്കുക. അപ്പൊ അതിനുള്ളിലാണ് ഫോമിങ് സംഭവിക്കുക, ഡീഫോം ചെയ്യപ്പെടുന്നത്. ഹാൻഡ് ഫോർജിങ് ടൂൾസ്, ഹാൻഡ് ഫോർജിങ്ങിനെ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൂളുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റില് ആൻവിൽ. ഈ ഫോർജിങ് ടൂള് ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് വിശദീകരിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ, അതായത് കോൾഡ് ഫോർജിങ്, അതുപോലെ ഹോട്ട് ഫോർജിങ് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. പ്രധാനമായിട്ടുള്ള ഓപ്പൺ ഡൈ ഫോർജിങ്ങും അതുപോലെ തന്നെ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും, ഇത് രണ്ടും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കണം. ഫിഗറും അതുപോലെ തന്നെ വിശദീകരണം, ഇത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോ വിശദീകരിക്കുന്ന ഫോർജിങ് ടൂൾസ് ലിസ്റ്റ് ചെയ്യാനും അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനും എന്നുള്ള 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പൊ അത് 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഫസ്റ്റില് ആൻവിൽ. അപ്പൊ ആൻവിലിന്റെ എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ അതിനൊരു വിശദീകരണം കൊടുക്കാൻ പറ്റണം. അപ്പൊ അത് കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. സ്വേജ് ബ്ലോക്ക്, ടോങ്സ്, കുറെ പരിചയമുള്ള ടൂൾസുകൾ തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. പക്ഷെ വിശദീകരണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓർത്തെക്കാൻ പറ്റുന്ന 3 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക.
ഹാമേഴ്സ് തന്നെ പല രീതിയിലുള്ള ഹാമേഴ്സുകളുണ്ട്. പ്രത്യേകിച്ച് സ്ലഡ്ജ് ഹാമർ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലാർജ് സൈസ് ഹാമറാണ്. ഹെവിയർ വെയിറ്റ് യൂസ്ഡ് ഫോർ ബൈ സ്മിത്ത് ഹെൽപ്പർ. വലിയ വലിയ ആവശ്യങ്ങൾക്ക്, വലിയ ഹെവി ലോഡഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ബോൾ പീൻ ഹാമർ, അതുപോലെ തന്നെ ക്രോസ് പീൻ ഹാമർ, സ്ട്രെയിറ്റ് പീൻ ഹാമർ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 3 ഹാമറുകളാണ്. സ്ട്രൈക്കിംഗ് പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബോൾ പീൻ, ക്രോസ് പീൻ, സ്ട്രെയിറ്റ് പീൻ, അതുപോലെ തന്നെ സ്ലഡ്ജ്. ഈ 4 രീതിയിലുള്ള ഹാമറുകളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യൂകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാൻഡില്, അതുപോലെ തന്നെ ഇതിന്റെ നെക്ക് ഭാഗം, ഹെഡ് ഭാഗം, ഐ ഹോള്, ഫേസ് ഭാഗം എന്നിങ്ങനെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ നോക്കി മനസ്സിലാക്കി വെക്കുക. ഇനി ബോൾ പീനും ക്രോസ് പീനും സ്ട്രെയിറ്റ് പീനും ഓരോന്നും എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നുള്ളത് ഈ പീൻ ഭാഗം, ഈ ഭാഗത്തിന് നമ്മൾ പീൻ എന്നാണ് പറയാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പീന് വരുന്നത്. ഈ പീൻ ഭാഗത്തിന്റെ ഷേപ്പ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പൊ ആ വരുന്ന വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബോൾ പീന്, ക്രോസ് പീന്, സ്ട്രെയിറ്റ് പീന് എന്നിങ്ങനെ വ്യത്യാസപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടി വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടൂളാണ് ചിസൽ. അതിൽ കോൾഡ് ചിസൽ ഉണ്ട്, ഹോട്ട് ചിസൽ ഉണ്ട്. അപ്പൊ അതിന്റെ ആംഗിളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. സ്വേജുകൾ, ഇതുപോലെ നമുക്ക് ഷേപ്പ് ഒക്കെ ഫോം ചെയ്തെടുക്കാനും വേണ്ടി സ്വേജ് ഉപയോഗപ്പെടുത്താം. ഫുള്ളേഴ്സ്, നെക്കുകളൊക്കെ ഫോം ചെയ്യിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളേഴ്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഫ്ലാറ്റേഴ്സ്, ഫ്ലാറ്റൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഫ്ലാറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സെറ്റ് ഹാമർ, ഫ്ലാറ്റേഴ്സ് പോലെ തന്നെ ഉള്ളതാണ്, വളരെ ഒതുങ്ങിയിട്ടുള്ള ഒരു ഹാമർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നോട്ട് യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ്. പഞ്ചസ് ആൻഡ് ട്രിപ്സ്, ഹോളുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ച് യൂസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർജിംഗ് പ്രോസസ്സുകൾ. ഇനി വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലുള്ള ഫോർജിംഗ് പ്രോസസ്സുകളുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രസ്സസ്. ഈ ഫോർജിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം പ്രസ് വർക്കിംഗ്. പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ്. എന്താണ് പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻ എന്നാണ് ഇവിടെ വിശദമാക്കിയിട്ടുള്ളത്. അതുപോലെ ഏതൊക്കെ ടൈപ്പ് പ്രസ് വർക്കിംഗ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ വിശദമായി പറയുന്നുണ്ട്. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഈ പ്രസ് വർക്കിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് ഡൈസ്. സിമ്പിൾ ഡൈ, പ്രോഗ്രസീവ് ഡൈ, അതുപോലെ കോമ്പൗണ്ട് ഡൈ, കോമ്പിനേഷൻ ഡൈ, ഇൻവേർട്ടഡ് ഡൈ എന്നിങ്ങനെയുള്ള ഡൈകൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സിമ്പിൾ ഡൈ എന്ന് പറയുമ്പോൾ വളരെ സിംഗിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള ഡൈ ആണ് സിമ്പിൾ ഡൈ. ഒറ്റ സ്ട്രോക്കിൽ ഒരു ഓപ്പറേഷൻ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. സ്ട്രോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചിന്റെ ഒരു മൂവ്മെന്റിനെയാണ്. ഒറ്റ സ്ട്രോക്ക് തന്നെ താഴോട്ടുള്ള മൂവ്മെന്റ്, ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റ്, ഒരു ഓപ്പറേഷൻ മാത്രമേ ചെയ്യാൻ സാധിക്കൂ, സിംഗിൾ ഓപ്പറേഷൻ. ഈ പ്രോഗ്രസീവ് ഡൈ ടു കട്ടിംഗ് ഓപ്പറേഷൻസ്, പിയേഴ്സിംഗ് ആവാം, ബ്ലാങ്കിങ് ആവാം, പെർഫോംഡ് അറ്റ് ഡിഫറെന്റ് സ്റ്റേഷൻസ്. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും 2 അല്ലെ, 2 കട്ടിംഗ് ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ബൈ യൂസിങ് സെപ്പറേറ്റ് പഞ്ച് ആൻഡ് ഡൈ ഫോർ ഈച്ച് ഓപ്പറേഷൻ. സിമ്പിൾ ഡൈനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കോസ്റ്റ് കൂടുതലായിരിക്കും. സിമ്പിൾ ഡൈന്ന് പ്രോഗ്രസീവ് ഡൈയിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. ഇനി കോമ്പൗണ്ട് ഡൈയിൽ വരുമ്പോൾ 2 or more cutting operations are performed at a single station in a single stroke of ram. 2-2-ലധികം കട്ടിംഗ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇൻ എ സിംഗിൾ സ്ട്രോക്ക് ഓഫ് റാം. കുറച്ചും കൂടി എക്കണോമിക്കൽ ആണ്, കുറച്ചും കൂടി മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സേവിങ് ഇൻ ഫ്ലോർ സ്പേസ് ആൻഡ് പവർ ആക്യുറസി ഓഫ് ദി പാർട്സ് പ്രൊഡ്യൂസ്ഡ് ഹൈ. കുറച്ചും കൂടി അഡ്വാൻസ് ആയി വരികയാണ്. കോമ്പിനേഷൻ ഡൈ, സിമിലർ ടു കോമ്പൗണ്ട് ഡൈ. നമ്മൾ കോമ്പൗണ്ട് ഡൈ പറഞ്ഞ അതേപോലെ തന്നെ കട്ടിംഗ് ഓപ്പറേഷൻ ഇസ് കമ്പൈൻഡ് വിത്ത് ഫോമിംഗ് ഓപ്പറേഷൻ. ഇവിടുത്തെ ഒരു വ്യത്യാസം, കട്ടിംഗ് ഓപ്പറേഷൻ ഇസ് കമ്പൈൻഡ് വിത്ത് ഫോമിംഗ് ഓപ്പറേഷൻ. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കട്ടിംഗ് ഓപ്പറേഷനും അതുപോലെ തന്നെ അതിന്റെ കൂടെ ഫോമിംഗ് ഓപ്പറേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഇൻവേർട്ടഡ് ഡൈ, carried on the die shoes attached to the bolster and the ram descent, the blank is cut off from the strip. വേർഡ് അതുപോലെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഈ പ്രോഗ്രസീവ് ഡൈ, അതുപോലെ തന്നെ കോമ്പൗണ്ട് ഡൈ, കോമ്പിനേഷൻ ഡൈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോമ്പിനേഷൻ ഡൈയും കോമ്പൗണ്ട് ഡൈയും ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അഡ്വാൻറ്റേജ് ഓഫ് പ്രിസ് വർക്കിംഗ് ഓപ്പറേഷൻസ്. ഇപ്പൊ പ്രിസ് വർക്കിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കാര്യമായിട്ട് വലിയ എഫേർട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ കാസ്റ്റിംഗ് പോലെ ഒരുപാട് പ്രോസസ്സുകളിലൂടെ ഒന്നും കടന്നു പോകേണ്ടതായിട്ടില്ല. ഷീറ്റുകളിലൊക്കെ നമ്മൾ ഡീഫോം ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് പ്രസ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ പ്രസ് വർക്കിങ്ങിന് അതിൻ്റെതായ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട്. ഈ അഡ്വാൻറ്റേജുകൾ ഒന്ന് വായിച്ചു നോക്കുക. പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ്, വ്യത്യസ്ത രീതിയിലുള്ള പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പൊ കട്ടിംഗ് രീതിയിലുള്ള കട്ടിംഗ് ഓപ്പറേഷൻസ്, കട്ടിംഗ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻസ് ആണ്. അതുപോലെ ഷേപ്പിംഗ് ഓപ്പറേഷൻസ് എന്നിങ്ങനെ വേർതിരിക്കാം. ഇത് ഓരോന്നും വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എല്ലാറ്റിനും റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പിക്ചറിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാൻസിങ്, നെക്കിങ്, ഷേവിങ്, ട്രിമ്മിങ്, എംബോസിങ്, കോയിനിങ്, വീഡിങ്, കേർലിങ്, ഫൾജിങ്, ഹോൾ ഫ്ലാഞ്ചിങ്, സ്വേജിങ്, ഡ്രോയിങ്, ക്രിമ്പിങ്, കേർലിങ്, എക്സ്ട്രൂഷൻ, റീഡ്രോയിങ്, സ്റ്റേക്കിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ് ചോദിക്കാറുണ്ട്. പ്രസ് വർക്കിംഗ് ടെർമിനോളജി, ആ പ്രസ് വർക്കിംഗ് മെഷീൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടേംസ്, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടെർമിനോളജി എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓരോന്നും വിശദമായിട്ടുണ്ട്. ബെഡ്, വേഴ്സ് പ്ലേറ്റ്, ഡൈ സെറ്റ്, ഡൈ ബ്ലോക്ക്, ലോവർ ഷൂ, പഞ്ച്, അപ്പർ ഷൂ, പഞ്ച് പ്ലേറ്റ്, ബാക്കപ്പ് പ്ലേറ്റ്, സ്ട്രിപ്പർ, പൈലറ്റ്സ് ഏതൊക്കെയാന്നുള്ളത് എങ്ങനെയൊക്കെയാണുള്ളത് കൊടുക്കുന്നത്. സ്ട്രിപ്പേഴ്സ്, ചൈന സ്ട്രിപ്പേഴ്സ്, ഡൈ സ്റ്റോപ്സ്, സ്റ്റോക്ക് സ്റ്റോപ്സ്, ഫിംഗർ സ്റ്റോപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതില് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 2 പാർട്ടാക്കി മാറ്റിയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതായത് ഫോർജിങ് എന്നുള്ള ഒരു പാർട്ടും പ്രസ് വർക്കിംഗ് എന്നുള്ള മറ്റൊരു പാർട്ടും ആയിട്ട് പഠിക്കാം. അപ്പൊ ഫോർജിങ് എന്നുള്ള പാർട്ടിന് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതുവരെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഫോർജിങ് എന്നുള്ളതിന് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് പ്രസ് വർക്കിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പം ഏതാണോ അത് കൂടുതൽ നന്നായിട്ട് പഠിക്കാം. ഫോർജിങ് ആണെങ്കിൽ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഓപ്പൺ ഡൈ ഫോർജിങ്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ്, ഹാൻഡ് ഫോർജിങ് മെഷീൻ, ഓരോ ടൈപ്പ് ഓഫ് ഫോർജിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ് എന്നിങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഫോർജിങ്ങിന്റെ അഡ്വാൻറ്റേജുകൾ, ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജുകൾ എന്നിങ്ങനെ രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പ്രസ് വർക്കിംഗ് വിശദമായിട്ട് തന്നെ പഠിക്കാം. ഏതൊക്കെ ടൈപ്പ് പ്രസ് വർക്കിംഗ് ഉണ്ട്, പ്രസ് വർക്കിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻസ്, ടൈപ്സ് ഓഫ് പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ്, അതേപോലെ ടെർമിനോളജി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ ആയിട്ട് കാണുന്നത്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. എങ്കിലും പഠിക്കാൻ കഴിയുന്നതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ, അതുപോലെ തന്നെ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.